നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ വോട്ടിംഗ് മെഷീൻ പിന്നിട്ട അതികഠിനമായ ആ പാതകളെപ്പറ്റി? അതെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ പഴികേട്ട മറ്റൊരു വസ്തു ഉണ്ടാകാനിടയില്ല. എന്നാൽ അഗ്നിപരീക്ഷണങ്ങൾക്കും വിവാദ പർവങ്ങൾക്കും അറുതി വരുത്തി, അഗ്നിശുദ്ധി വരുത്തി ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഉമ്മറത്തിട്ട ചാരുകസേരയിൽ കാരണവരായി വാഴുകയാണ് ഈ വിദ്വാൻ. അതിനൊരു കാരണവുമുണ്ട്. അതിലേക്ക് പോകും മുമ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് മുഴുവൻ പേരുമുള്ള EVM എന്ന ത്രയാക്ഷരിയുടെ ജനനവും വളർച്ചയും നമുക്കൊന്ന് അറിഞ്ഞു വരാം. കാലം 1970കളുടെ അവസാനവും 80കളുടെ ആദ്യവും. ഇന്ത്യൻ ജനാധിപത്യം ശൈശവം പിന്നിട്ട് കൗമാരത്തിലേക്ക് കടന്ന കാലം. കൗമാരക്കാരൻ്റേതായ എല്ലാ സാഹസികതയും ഇന്ത്യൻ ജനാധിപത്യത്തിൽ കളം നിറഞ്ഞാടുന്ന കാലം. കള്ളവോട്ടും ബൂത്തുപിടുത്തവും ഉത്തരേന്ത്യയിൽ നിത്യസംഭവങ്ങളായി മാറി. പോളിംഗ് 100% എത്താതിരിക്കാൻ കയ്യൂക്കുള്ള രാഷ്ട്രീയക്കാരൻ്റെ കാല് പിടിക്കേണ്ടി വരുന്ന പോളിംഗ് ഓഫീസർമാരുടെ ദയനീയാവസ്ഥയ്ക്കും ഈ രാജ്യത്തെ ജനാധിപത്യം സാക്ഷിയായിട്ടുണ്ട്. അങ്ങനെ ഒരു കാലത്താണ് ശ്യാംലാൽ ഷക്ദേർ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേൽക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തെ നാം ഇപ്പോൾ പറയുന്നത് TN ശേഷന് മുമ്പും ശേഷവും എന്ന നിലയിലാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അടിമുടി പരിഷ്കരിച്ചത് TN ശേഷനാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ത്യൻ യൂണിയന്റെ അധികാരികളെ നിർണ്ണയിക്കുന്ന പ്രക്രിയ കൂടുതൽ സുതാര്യവും നിഷ്പക്ഷവും അക്രമരഹിതവുമാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു ശ്യാംലാൽ ഷക്ദേർ. തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകുന്നതിന് മുമ്പ് ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് ശ്യാംലാൽ ഷക്ദേർ. പാർലമെന്റിൽ 1950കളുടെ അവസാനം മുതൽ സഭാ നടപടികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ച് തുടങ്ങിയിരുന്നു. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിലും എന്തുകൊണ്ട് ഈ സംവിധാനം നടപ്പിലാക്കിക്കൂടാ എന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഷക്ദേറിൻ്റെ മനസ്സിലുയർന്നു. വോട്ടിംഗ് യന്ത്രം എന്ന ആശയം നടപ്പാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അക്കാലത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിലെ മുഖ്യ കലാകായിക ഇനമായിരുന്നു ബൂത്തുപിടുത്തം. സായുധരായ വ്യക്തികൾ ഒരു പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചു കയറുകയും ഒരു പ്രത്യേക സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ വോട്ടുകൾ ഉപയോഗിച്ച് ബാലറ്റ് പെട്ടിയിൽ നിറയ്ക്കുകയും ചെയ്യും. 1977 പൊതുതെരഞ്ഞെടുപ്പിൽ 29 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ നിർബന്ധിത ബാലറ്റ് പേപ്പറുകൾ കുത്തിനിറച്ചു. കയ്യൂക്കുള്ളവൻ പാർലമെന്റിലെത്തുന്നത് തടയണമെന്നും ജനകീയ നേതാക്കൾ പകരം എത്തണമെന്നും ഏതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ആഗ്രഹിക്കുമല്ലോ. 1977 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ശ്യാംലാൽ ഷക്ദേർ ഹൈദരാബാദിലെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സന്ദർശിച്ചു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ബൂത്ത് പിടിച്ചെടുക്കലിലെ പ്രശ്നം, നിലവിലെ വോട്ടിംഗ് രീതിയിലുള്ള ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇതിലൂടെ പരിഹാരം കാണാനാകുമെന്ന് അദ്ദേഹം ഭരണകൂടത്തെ ധരിപ്പിച്ചു. 1980 ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രോട്ടോടൈപ്പ് ഇലക്ഷൻ കമ്മീഷന് കൈമാറി. ചിപ്പുകളുമായി ബന്ധിപ്പിച്ച 6 ബട്ടണുകൾ ഉള്ളതായിരുന്നു ഈ പ്രോട്ടോടൈപ്പ്. ഓരോ ബട്ടണും ഒരു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്ന ഈ ഭാഗം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള നിയന്ത്രണ സംവിധാനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചു ചേർത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ EVM എന്താണെന്നും എങ്ങനെ പ്രവർത്തിക്കുമെന്നും വിശദീകരിച്ചു. എല്ലാ പാർട്ടികൾക്കും EVM നന്നായി ബോധിച്ചു. വർഷാവസാനത്തോടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കും മറ്റ് മന്ത്രിമാർക്കും മുന്നിൽ യന്ത്രം പ്രദർശിപ്പിച്ചു. വോട്ടിംഗ് മെഷീനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനേജറായ S രംഗരാജൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രംഗരാജൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ബന്ധപ്പെടുകയും വോട്ടിംഗ് മെഷീൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. രംഗരാജനെയും ശ്യാംലാൽ ഷക്ദേർ നിരാശപ്പെടുത്തിയില്ല. ഒരു പ്രോട്ടോടൈപ്പ് വികസിപ്പിക്കാൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തി. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ EVM ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ EVMൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വോട്ടിംഗ് മെഷീനിൽ 6 സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ ഭാരത് ഇലക്ട്രോണിക്സിൻ്റെ മെഷീനിൽ 64 സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ ആകുമായിരുന്നു. 1981 ഏപ്രിലിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ച പ്രോട്ടോടൈപ്പിൻ്റെ പ്രവർത്തന രീതി തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മുന്നിൽ വിശദീകരിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശയെ തുടർന്ന് EVM വാങ്ങാനും അതുപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനും കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഫണ്ടും അനുവദിച്ചു. അങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പരമ്പരാഗത ബാലറ്റ് പേപ്പറുകളും പെട്ടികളും ഉപേക്ഷിച്ച് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമായി. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിയോഗം നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലായിരുന്നു, വടക്കൻ പരവൂരിന്. 1982 മെയ് 19 വടക്കൻ പരവൂരിലെ ജനങ്ങളാണ് ആദ്യമായി വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്തത്. വോട്ടിംഗ് യന്ത്രം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിൽ ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നായിരുന്നു ഇടതുപക്ഷം ആരോപിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന CPI നേതാവ് ശിവൻപിള്ള വിജയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ചിത്രം മൊത്തത്തിൽ മാറി. അന്ന് വരെ EVMനെ കുറ്റം പറഞ്ഞ ഇടതുപക്ഷം വിജയം ആഘോഷിച്ചു.
അതുവരെ EVM-നെ പുകഴ്ത്തിയ കോൺഗ്രസ് വോട്ടിംഗ് മെഷീൻ്റെ ഫലപ്രഖ്യാപനത്തിൽ സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തു. പക്ഷേ ഈ വിവാദങ്ങളൊന്നും EVM സാർവത്രികമാക്കുന്ന നടപടികളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിന്നോട്ട് വലിച്ചില്ല. EVM-കളുടെ രൂപകൽപ്പനയും സാങ്കേതിക വശങ്ങളും സ്റ്റാൻഡർഡൈസ് ചെയ്തു. മെഷീനുകൾ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഭാരത് ഇലക്ട്രോണിക്സും നിർമ്മിച്ചു. ഈ തെരഞ്ഞെടുപ്പുകളിൽ നിന്നുള്ള പഠനങ്ങളെ അടിസ്ഥാനമാക്കി 1983 വാർഷിക റിപ്പോർട്ടിൽ EVM രാജ്യവ്യാപകമായി ഉപയോഗിക്കണമെന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശുപാർശ ചെയ്തു. എന്നാൽ തൊട്ടടുത്ത വർഷം സുപ്രീം കോടതി തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നത് വിലക്കി. ഭരണഘടനാ സാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സുപ്രീം കോടതിയുടെ നടപടി. നിയമനിർമ്മാണത്തിന്റെ പിന്തുണയില്ലാതെ EVM-കൾ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചതോടെ EVM-ന്റെ സ്ഥാനം കോൾഡ് സ്റ്റോറിലായി. 1988 പാർലമെന്റ് EVM ഉപയോഗിക്കാൻ അനുമതി നൽകുന്ന ഭരണഘടനാ ഭേദഗതി പാസാക്കി. എന്നിട്ടും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു വോട്ടിംഗ് യന്ത്രങ്ങൾ പോളിംഗ് ബൂത്തിലെത്താൻ. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 543 മണ്ഡലങ്ങളിലും EVM ഉപയോഗിച്ചു. 2001 EVM-കളിൽ നിരവധി സാങ്കേതിക മാറ്റങ്ങൾ വരുത്തുകയും 2006 മെഷീനുകൾ കൂടുതൽ നവീകരിക്കുകയും ചെയ്തു. 2006 മുൻപുള്ള EVM-കൾ M1 EVM-കൾ എന്നും 2006 മുതൽ 2010 വരെ നിർമ്മിച്ചവയെ M2 EVM എന്നും വിളിക്കുന്നു. 2013 മുതൽ നിർമ്മിച്ച പുതുതലമുറ EVM-കൾ M3 EVM എന്നാണ് അറിയപ്പെടുന്നത്. വോട്ടിംഗ് യന്ത്രം എല്ലാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ പരാജയപ്പെടുന്നവർ EVM-നെ സംശയത്തോടെ നോക്കാൻ തുടങ്ങി. മുൻകൂട്ടി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഫലങ്ങളാണിതെന്ന് പല പാർട്ടികളും ആരോപിച്ചു. EVM-ന്റെ റിസൾട്ടുകളിൽ ബാഹ്യ ഇടപെടലുകൾ നടത്താനാകുമെന്ന് സാങ്കേതിക വിദഗ്ധർ പോലും പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരിക്കൽ EVM-നെ മോദി വോട്ടിംഗ് മെഷീൻ അഥവാ MVM എന്ന് വിളിച്ചിരുന്നു. മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും BSP നേതാവുമായ മായാവതി ബാലറ്റ് സമ്പ്രദായം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഭരണകൂടത്തിന് അനുകൂലമായി വിധിയെഴുതുന്ന യന്ത്രം എന്ന നിലയിൽ രാജ്യത്തെ പല പാർട്ടികളും ഇതിനെ സംശയത്തോടെ നോക്കിക്കണ്ടു. 2013 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ വീണ്ടും ഭേദഗതി ചെയ്തു. വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ അഥവാ VVPAT മെഷീനുകളുടെ ഉപയോഗത്തിന് അംഗീകാരം ലഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യതയും സ്ഥിരീകരണവും മെച്ചപ്പെടുത്തുന്നതിനായിരുന്നു VVPAT അവതരിപ്പിച്ചത്. നാഗാലാൻഡിലെ നോക്സൺ നിയമസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ഇവ ആദ്യം ഉപയോഗിച്ചത്. ഒരു ബാലറ്റ് യൂണിറ്റും ഒരു കൺട്രോൾ യൂണിറ്റും ഒരു VVPAT-ഉം ഉൾപ്പെടുന്നതായി EVM മാറി. ഒരു ബാലറ്റ് യൂണിറ്റിന് 7,900 രൂപയും കൺട്രോൾ യൂണിറ്റിന് 9,800 രൂപയും VVPAT-ന് 16,000 രൂപയും അടങ്ങുന്നതാണ് EVM-ന്റെ ഇപ്പോഴത്തെ ചെലവ് എന്നറിയുമ്പോൾ മാത്രമേ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ വില നമുക്ക് മനസ്സിലാകൂ. 2019 മുതൽ കൂടുതൽ സുതാര്യതയ്ക്കായി ഓരോ മണ്ഡലത്തിലും ക്രമരഹിതമായി തെരഞ്ഞെടുക്കപ്പെട്ട 5 പോളിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള VVPAT സ്ലിപ്പുകൾ എണ്ണി EVM എണ്ണവുമായി താരതമ്യം ചെയ്ത് വിശ്വാസ്യത ഉറപ്പുവരുത്തുന്നുണ്ട്. ഇതിലിതുവരെ ഒരു പൊരുത്തക്കേടും കണ്ടെത്താനായിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നത്. പക്ഷേ 2024 പൊതുതെരഞ്ഞെടുപ്പോടെ EVM-നെതിരായ ആരോപണങ്ങളെല്ലാം രാഷ്ട്രീയ നേതാക്കൾ വിഴുങ്ങി. ആർക്കും തർക്കമില്ലാത്ത തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വേണമെങ്കിൽ പറയാം. BJP അധികാരം നിലനിർത്തി. കോൺഗ്രസിന് ലോക്സഭയിൽ ഇരട്ടിയോളം സീറ്റുകൾ. മറ്റു പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളും മെച്ചപ്പെട്ട പ്രകടനവും കാഴ്ചവെച്ചു. പിന്നെ എങ്ങനെ EVM-നെ കുറ്റം പറയുമല്ലേ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഉമ്മറത്തിട്ട ചാരുകസേരയിൽ കാരണവരായി വാഴുകയാണ് നമ്മുടെ ഈ EVM എന്ന സൂപ്പർ താരം.